ഹലോ. അപ്പോൾ നമ്മുടെ 7 ഡേയ്സ് സ്കിൻ കെയർ ചാലഞ്ചിലെ ഡേ 3 ആയിക്കാണ്. അപ്പോൾ ഈ ഡേ 1ഉം ഡേ 2 നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ഡേ 3 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ 2 ദിവസമായിട്ട് സ്കിന്നിൻ്റെ ടാൻ എങ്ങനെ മാറാമെന്നുള്ളതാണ് ഈ 2 ദിവസത്തെ പാക്ക് എന്ന് പറയുന്നത്. ഇനി ഇന്നത്തെ പാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഈ പോഴ്സസ് ഒക്കെ ഉണ്ടാവില്ലേ, സ്കിന്നിൽ ഉണ്ടാകുന്ന പോഴ്സസ് ഒക്കെ അതൊക്കെ ക്ലോസ് ആവാനായിട്ടും സ്കിന്നിനൊരു ഇവൻ ടോൺ നൽകാനായിട്ടും സ്കിന്നൊന്ന് കുറച്ച് ബ്രൈറ്റ് ആവാനായിട്ടുള്ള, അപ്പോൾ ഈ 7 ഡേയ്സും സ്കിൻ ബ്രൈറ്റനിങ് ആണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ സ്കിന്നിൻ്റെ പോഴ്സൊക്കെ ഒന്ന് ക്ലോസ് ആവാനായിട്ടും സ്കിന്നിലുണ്ടാവുന്ന ഈ സെബം പ്രൊഡ്യൂസ് ചെയ്യണതൊക്കെ ഒന്ന് കുറച്ച് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇന്നത്തെ പാക്ക് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ മുട്ടയുടെ വെള്ളം വെച്ചുള്ള പാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 ലെയറായിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്യാം. ഡേ 1ഉം ഡേ 2ഉം ഫോളോ ചെയ്തിട്ട് കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഡേ 3 ചെയ്യാനായിട്ട്, എന്നാലും അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഇന്ന് ഞാൻ പാല് വെച്ച് ക്ലൻസ് ചെയ്തിട്ടില്ല, കാരണം ഞാനിപ്പോൾ ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് പാല് കിട്ടണ്ടേ. അതുകൊണ്ട് വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പാല് കിട്ടിയേനെ. പക്ഷെ ഇവിടെ കിട്ടിയില്ല. പാല് വെച്ച് ക്ലൻസ് ചെയ്തില്ലെങ്കിലും ഹോസ്റ്റൽസിനൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. പാല് വെച്ച് ക്ലൻസ് ചെയ്താൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടുന്നു മാത്രം. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ഉള്ളിലത്തെ ഈ പോഴ്സിലൊക്കെ അടിഞ്ഞിരിക്കണ അഴുക്കളൊക്കെ വരാനായിട്ട്, പുറത്ത് വരാനായിട്ട് പാലുകൊണ്ട് ക്ലൻസ് ചെയ്യണത് നല്ലതാണ്. പാൽ അലർജി ഉള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടെന്ന് നീ മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ളതാണ് ഞാൻ പറഞ്ഞ കുക്കമ്പറിൻ്റെ ജ്യൂസ് വെച്ചിട്ടോ ചെറുപ്പയർ വെച്ചിട്ടോ ക്ലൻസ് ചെയ്യണത് നല്ലതാണ്. ഫേസിൽ നെക്കിൽ അപ്ലൈ ചെയ്യണട്ടോ. അപ്പം ഞാൻ ഈ ടീഷർട്ട് ആയതുകൊണ്ട് നെക്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം നിങ്ങൾക്കിത് കാണാൻ പോലും പറ്റുന്നുണ്ടാവില്ല ഈ പാക്ക്, കാരണം കുറച്ച് ഇൻടാഞ്ചിബിൾ പോലെ നിൽക്കണില്ലേ, കാണാത്ത പോലെ. ഇത് മുട്ടയുടെ വെള്ളമായതുകൊണ്ട്. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ 2ാമത്തെ ലെയറും കൂടെ അപ്ലൈ ചെയ്യാട്ടാ. ഇത് നമുക്ക് കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്യേണ്ട. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ഡ്രൈ ആവും, എഗ് വൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്കിത് കണ്ണിൻ്റെ ഏരിയ ഒന്ന് മാറ്റിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ സർക്കുലർ മോഷനിൽ ഫേസ് മസാജ് ചെയ്ത് കൊടുക്കണത് ബ്ലഡ് സർക്കുലേഷൻ ഫേസിൽ കൂട്ടാനായിട്ട്, ഇൻക്രീസ് ആവാനായിട്ട് നല്ലതാണ്. നമുക്കിത് ഡ്രൈ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് വേണം സെക്കൻഡ് ലെയർ ഒന്നുകൂടെ അപ്ലൈ ചെയ്യാനായിട്ട്. ഫസ്റ്റ് ലെയർ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്, നമുക്ക് സെക്കൻഡ് ലെയർ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയറും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു 10-15 മിനിറ്റ്, 15 to 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഡ്രൈ ആവാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഡ്രൈ ആയിട്ടുണ്ട് ഈ പാക്ക്. നമുക്കൊന്ന് വാഷ് ഓഫ് ചെയ്തിട്ട് തരാട്ടെ.
ഇത് നമ്മൾ വെള്ളം വെച്ചിങ്ങനെ വാഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വെച്ചിട്ട് മസാജ് ചെയ്തിട്ട് വേണം ഇത് കളയാനായിട്ട് പാക്ക് ഇട്ടാ. സ്ക്രബ് ചെയ്ത് എനിക്ക് ആ ടവൽ എടുത്തന്നെ. അപ്പം ഞാനത് വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കറണ്ട് പോയപ്പോൾ നിങ്ങൾക്ക് ആ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് ശരിക്കും മനസ്സിലാണ്ടാകുന്നില്ല. സ്കിന്നൊന്ന് നല്ല രീതിയിൽ ക്ലീൻ ആയ പോലെ ഉണ്ട്. നല്ലൊരു ഫ്രഷ് ലുക്ക് സ്കിന്നിന് കിട്ടിയ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതിന് മുൻപ് തന്നെ ഡേ 1 ഡേ 2 ചെയ്തതിന് ശേഷമാണ് ഡേ 3 ചെയ്യാനായിട്ട്. എന്നാലാണ് അതിന് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുള്ളൂ. കണ്ടിയൊന്നു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.